തുറന്ന് സ്തുതികളാലും സ്തോത്രത്താലും നിറയാൻ നമ്മുടെ അധരത്തെ നമ്മൾ സമർപ്പിച്ചു കൊടുത്താൽ ഇന്ന് കണ്ട മിശ്രമേരെ കാണുകയില്ല, നമ്മുടെ മുൻപിലുള്ള മതിലുകൾ നമ്മൾ കാണുകയില്ല, ചെങ്കടലിനെ നമ്മൾ കാണുകയില്ല. അത്ഭുതങ്ങളെ കാണാൻ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കും. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന കഴിഞ്ഞു. നമ്മൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ദൈവിക അരുളപ്പാടുകൾക്ക് വേണ്ടി നമ്മുടെ ചെവികളെ തുറക്കാനുള്ള സമയമാണ്. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കും. നമ്മുടെ പുസ്തകങ്ങളെ നമുക്ക് തുറക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികൾക്ക് എഴുതി അറിയിച്ചതായ ഒന്നാമത്തെ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 2:2. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഒരു നിമിഷം കണ്ണുകളെ മൂടി വചനത്തിന് മുൻപാകെ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ പിതാവേ, പരമോന്നതനായ കർത്താവേ, ഇന്ന് പകലിലും ഞങ്ങൾക്ക് അങ്ങയുടെ വചനം എത്രത്തോളം ആവശ്യം എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ദൈവാലയത്തോട് അടുത്തു വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ അഭിവാജ്യമായ ഘടകങ്ങളായ ആരാധനയും പ്രാർത്ഥനയും ദൈവവചനവും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരേ ഒരു ഇടം അത് ദൈവത്തിൻ്റെ ആലയമാകുന്നു. ആ ഒരു സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പുഴവക്കത്തിരുന്ന വനിതയുടെ ഹൃദയത്തെ തുറന്ന് ദൈവത്തിൻ്റെ മർമ്മങ്ങളെ തിരിച്ചറിയുവാൻ തക്ക രീതിയിൽ ദൈവം അവരുടെ ഹൃദയത്തിൽ അന്ന് പ്രവർത്തിച്ചെങ്കിൽ, കർത്താവെ, സിനഗോഗിൻ്റെ പ്രമാണിയുടെ ഹൃദയത്തെ തുറന്ന് അവരുടെ കുടുംബത്തെ മുഴുവനും കർത്താവിലേക്ക് തിരിച്ചതുപോലെ ഇന്ന് പകലിലും ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കാൻ ഞങ്ങൾ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഇന്ന് പകലിൽ ഞങ്ങളെ ഈ വചനങ്ങളെ ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരണമേ. കേൾക്കുന്ന വചനങ്ങൾ ക്രിസ്തുവിൻ്റെ ഉദ്ദേശ ശുദ്ധിയിൽ മനസ്സിലാക്കിയെടുത്ത് കർത്താവിന് വേണ്ടി അന്ത്യത്തോളം വേല തികപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണം. ദൈവവചനം ഇവിടെ നിന്നും മുഴങ്ങുമ്പോൾ കർത്താവിൽ നിന്നും കേൾക്കുന്ന അതേ അരുളപ്പാടായി സ്വീകരിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണം. കർത്താവെ, എന്നെയും ബലപ്പെടുത്തണം. കേൾക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചു തരുന്നു. ഈ അന്തരീക്ഷത്തെയും ദൈവം നിയന്ത്രിക്കണമേ. എല്ലാ അസ്വാരസ്യങ്ങളെയും ദൈവം എടുത്തു മാറ്റണമേ. അശ്രദ്ധകളെ ദൈവം എടുത്തു മാറ്റണമേ. വചന കേൾവിക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തെ നല്ല നിലമാക്കി ദൈവം ഒരുക്കണമെന്ന് തിരുമുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. മറ്റൊരു ലളിതമായ പരിഭാഷയിൽ നിന്നും നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളുടെ ഇടയിൽ ആയിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഈ വാക്യം ശ്രദ്ധയോടെ പഠിച്ചില്ല എങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഉപദേശം കിട്ടും. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ തുടർന്നുള്ള വിദ്യാഭ്യാസം നമുക്ക് നിർത്താം, തുടർന്നുള്ള ലോക പരിചയങ്ങൾ നമുക്ക് നിർത്താം, തുടർന്നുള്ള അറിവുകൾ നമുക്ക് നിർത്താം. ശ്രദ്ധയോടുകൂടെ ദൈവത്തിന്റെ വചനം നാം കൈകാര്യം ചെയ്തില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അജ്ഞത വന്ന് മൂടുപടമായി നമ്മുടെ മുമ്പിൽ നിൽക്കും. എന്നാൽ എന്താണ് ഈ തിരുവഴുത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് അറിയിക്കുന്നത്? കർത്താവായ യേശുവിനെ ഒരുവൻ സ്വീകരിച്ച് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവാലയത്തിൽ പങ്കുചേർന്ന് കർത്താവിന്റെ മേശയിൽ നിന്നും അപ്പവും വീഞ്ഞും ഭക്ഷിച്ച് പാനം ചെയ്ത് വിശുദ്ധ ജീവിതം നയിച്ച് യേശുവിന്റെ വരവും കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് അവൻ ഫുൾ സ്റ്റോപ്പ് ഇടണമോ? അവന്റെ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് അവൻ ഫുൾ സ്റ്റോപ്പ് ഇടണമോ? അവന്റെ പൊതുവായ ബോധവും അവബോധവും മറ്റുള്ള അറിവുകളും നേടുന്നതിൽ നിന്നും അവൻ പിന്നിലേക്ക് തിരിയണമോ? അങ്ങനെ അല്ല അപ്പോസ്തലനായ പൗലോസ് ഇവിടെ കൊരിന്ത്യരെ എഴുതി അറിയിക്കുന്നത്, പ്രത്യേകിച്ചും വായിക്കുന്ന വായനക്കാരെ എഴുതി അറിയിക്കുന്നത്. പിന്നെ എന്താണ് അദ്ദേഹം എഴുതി അറിയിക്കുന്നത്? അദ്ദേഹം എഴുതി അറിയിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഇടയിൽ ഞാൻ ഇരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ, അതും ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും നിങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ അറിയണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. അത് എന്തുകൊണ്ടായിരിക്കും തീരുമാനിച്ചത്? ക്രൂശിതനായ യേശു ക്രിസ്തു എന്ന മഹത്തായ സന്ദേശം ഒഴികെ മറ്റൊരു സന്ദേശവും രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനെ സ്വാധീനം ചെലുത്തുവാൻ അവൻ അനുവദിക്കുകയില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. ക്രൂശിതനായ യേശു ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു
അവൻ ക്രൂശിക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാകുന്നു. അവന്റെ ക്രൂശു മരണം എന്ന് പറയുന്നത് എന്റെ പാപങ്ങൾക്ക് മോചനമുണ്ടാകാൻ ദൈവത്തിന്റെ ക്രോധം സ്വയമേ വഹിച്ച് പാപശമനവും അവൻ വരുത്തി തീർത്തതാണ് എന്നുള്ള ആത്മീയ സത്യത്തെ മനസ്സിലാക്കുന്ന ഒരു ദൈവവൈതനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് നിന്ന് ലഭിക്കുന്ന മറ്റനേകം സന്ദേശങ്ങളിൽ നിന്നും വളരെ ഉത്തമവും ശ്രേഷ്ഠവുമായ സന്ദേശമാണ് ക്രൂശിതനായ യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്നു എന്നുള്ളത്. രക്ഷിക്കപ്പെട്ട ദൈവവൈതനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സന്ദേശവാഹികളാണ്. We are the messengers of our living God. ജീവനുള്ള ദൈവത്തിന്റെ സന്ദേശവാഹികളാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ദിനങ്ങളിൽ നാം ഒന്ന് പരിശോധിച്ചാൽ എന്തെല്ലാം സന്ദേശങ്ങൾ നാം മറ്റുള്ളവരോട് പങ്കുവച്ചു. നാം നമ്മുടെ മുൻപിൽ വന്നവരോട് എന്തെല്ലാം വാർത്തകൾ നാം പങ്കുവച്ചു. നാം നമ്മുടെ മുൻപിൽ വന്നവരോടും നമ്മോട് ഇടപെട്ടവരോടും എന്തെല്ലാം കാര്യങ്ങൾ നാം ഷെയർ ചെയ്തു. വാ കൊണ്ട് പങ്കുവച്ചത്, സമൂഹ മാധ്യമങ്ങളിലൂടെ നാം പങ്കുവച്ചത്, ഇങ്ങനെ തുടങ്ങി കൈകൊണ്ട് ആംഗ്യങ്ങളിലൂടെ നാം പങ്കുവച്ചത്, ഇങ്ങനെ തുടങ്ങുന്ന എത്രയോ വാർത്തകൾ, എത്രയോ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ പലരോടും നാം പങ്കുവച്ചു. ഇവിടെ കർത്താവിന്റെ വചനം ഇന്ന് പകലിൽ നമ്മെ ഒരുമിച്ച് ഓർമ്മിപ്പിക്കുന്നത് നാം പങ്കുവയ്ക്കുന്നതും നാം അറിഞ്ഞതും ഇനി അറിയാൻ പോകുന്നതുമായ സകല സന്ദേശങ്ങളിലും വെച്ച് ഉത്കൃഷ്ടമായ സന്ദേശം യേശു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ്. സന്ദേശങ്ങളിൽ മഹത്തായ സന്ദേശം മാത്രമല്ല, ഈ സന്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ രക്ഷാശക്തിയെ വെളിപ്പെടുത്തുന്ന സന്ദേശം മാത്രമല്ല, സുവിശേഷത്തിന്റെ ശോഭയാകും സന്ദേശമാണ് യേശു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത്. വിശ്വസിക്കുന്നവരെ നിത്യജീവനിലേക്ക് തിരിക്കുന്ന ദൈവത്തിന്റെ തേജസ്സുള്ള സന്ദേശമാണ് യേശു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത്. ഹല്ലേലൂയ. രക്ഷിതഗണം ആരെന്നറിയാമോ? രക്ഷിക്കപ്പെട്ട ദൈവവേദങ്ങൾ ആരെന്നറിയാമോ? ഉള്ളിനകത്ത് ഈ സന്ദേശത്തെ പേറി ജീവിക്കുന്നവരാണ്. അവരുടെ നോട്ടത്തിൽ അവരെ സ്വാധീനിക്കുന്നത് ഈ സന്ദേശമാണ്. അവരുടെ വായിലെ വാക്കുകളിൽ അവരെ സ്വാധീനം ചെലുത്തുന്നത് ഈ സന്ദേശമാണ്. അവരുടെ മുന്നോട്ടുള്ള തീരുമാനത്തിൽ, ആത്മീയ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ, ആലയത്തിലുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ, പ്രത്യാശയുള്ള ബന്ധത്തിൽ ഒരു ദൈവ പൈതലിനെ മുന്നോട്ട് നയിക്കുന്ന അഭിവാജ്യ ഘടകം എൻ്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ മുഖമുദ്രയായ സന്ദേശമാണ്. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃകയാക്കാവുന്ന സന്ദേശമാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ക്രൂശിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ പിന്നീട് നമ്മൾ കാണുന്നത് കൂട്ടുകാരോടൊപ്പം ഇരുന്ന് വട്ടുപറഞ്ഞ് കളിക്കുന്നതാണ്. ആരോട് കൂടെ നാം ഇരിക്കുന്നവരോട് നാം എന്ത് കൈമാറുന്നു? നിങ്ങൾ മനസ്സിലാക്കൂ, ശിംശോന്റെ ജീവിതം ഇത്രത്തോളം അധപതിക്കാൻ കാരണം തന്നെ ഏൽപ്പിച്ച സന്ദേശത്തോട് അവൻ കൂറുപുലർത്തിയില്ല, വിശ്വാസ്തത പുലർത്തിയില്ല എന്നുള്ളതാണ്. എന്നാൽ ദൈവപൈതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ എന്നോടും നിങ്ങളോടും നിഷ്കർഷിക്കുന്ന ഒരു ഘടകം, യേശു ക്രൂശിക്കപ്പെട്ടു എന്ന സന്ദേശത്തിന്റെ മുൻപാകെയാണ് ഇന്ന് ദൈവത്തിന്റെ പൈതങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത് എന്ന സത്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ പ്രശോഭിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സന്ദേശത്തിന്റെ മുൻപാകെ നാം ശിരസ് വണക്കണം, ആ സന്ദേശത്തിന്റെ മുൻപാകെ മുട്ടുമടക്കണം, ആ സന്ദേശത്തിന്റെ മുൻപാകെ നാം നിലമ്പാട് വീഴണം. ഒരു കെട്ടിടം പണിയാൻ നമ്മെ ഏൽപ്പിച്ചു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കയ്യിൽ ഒരു കെട്ടിടം പണിയാൻ ഏൽപ്പിച്ചു എന്ന് വയ്ക്കുക. നിങ്ങൾക്ക് ഈ ലോകത്ത് ലഭിക്കുന്ന മികച്ച സാമഗ്രികൾ ഉപയോഗിക്കാം, ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ആ കെട്ടിടം പണിയാം, ആകർഷകരമായ രൂപരേഖകൾ നിങ്ങൾക്ക് പണിയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ പാളയത്തൊരു മുസ്ലിം പള്ളിയുണ്ട്. ആ പള്ളിയുടെ സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സ്ട്രക്ചർ പോലെയാണോ തൊട്ടപ്പുറത്ത് ക്രിസ്തീയ ചർച്ചിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്? അതുപോലെയാണോ തൊട്ടടുത്തിരിക്കുന്ന ഹൈന്ദവ ക്ഷേത്രത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഞങ്ങളൊരു കെട്ടിടം പണിയാൻ ഏൽപ്പിച്ചു എന്ന് വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപം, ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സിറ്റി ചർച്ചിൽ ഒരു ആലയം പണിയണം, നമുക്കറിയാലോ അല്ലേ? നിങ്ങളിൽ എത്ര പേർക്ക് ഒരു പ്ലാൻ ഉണ്ട്? നമ്മളൊരു വീട് പണിയാൻ പോകുന്നു, നമ്മൾ വിവിധ തരം ഡിസൈനുകൾ സെലക്ട് ചെയ്യും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളിൽ എത്ര പേർ മനസ്സിനകത്ത് സിറ്റി ചർച്ച് ഇങ്ങനെ ആയിരിക്കണം, സിറ്റി ചർച്ചിന്റെ കെട്ടിടം ഇങ്ങനെ ആയിരിക്കണം, സിറ്റി ചർച്ച് എന്ന് എഴുതി വെക്കുന്നത് ഇവിടെ ആയിരിക്കണം, ഇല്ലുമിനേഷൻ ലൈറ്റ് വേണോ, ഒരു കുരിശ് പൊക്കി വെക്കണോ, അത് ചുമന്ന കുരിശായിരിക്കണമോ? ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കൂ, ഒരുമിച്ച് പ്രാർത്ഥിക്കൂ, ദൈവം നടത്തി തരും. പറഞ്ഞു വന്നത്, ആകർഷകരമായ രൂപരേഖകൾ നമുക്ക് ഉപയോഗിക്കാം ഒരു കെട്ടിടം പണിയാൻ. പക്ഷേ ബലമുള്ള അടിത്തറ ഇടാൻ നാം മറന്നു പോയാൽ
നമ്മുടെ ആകർഷകരമായ രൂപരേഖയും നാം ചികഞ്ഞുകൊണ്ടുവന്ന സാമഗ്രികളും നാം ഉപയോഗിച്ച അത്യാധുനിക സംവിധാനങ്ങളും ആ അടിത്തറ ശക്തമല്ലാത്തത് കൊണ്ട് ഇടിഞ്ഞു വീഴും. അതിന്റെ വീഴ്ച വലുതായിരിക്കും. അത് നഷ്ടങ്ങൾക്ക് കാരണമായി തീരും. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവവൈതന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അവന്റെ അടിത്തറ എന്ന് പറയുന്നത്, അവന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, ബേസ്മെന്റ് എന്ന് പറയുന്നത് ക്രൂശിതനായ ക്രിസ്തു എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ കയറി നിൽക്കുന്ന ഫൗണ്ടേഷൻ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിലാണോ എന്നുള്ളതാണ്. എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം ക്രൂശിതനായ യേശുവാണോ എന്നുള്ളതാണ് ഒരുവനെ പിൽക്കാലത്ത് നിലനിർത്തുന്ന ഘടകമെന്ന് പറയുന്നത്. അവൻ വീണു പോവുകയില്ല, അവൻ നിലംപരിചാവുകയില്ല, അവൻ പൊടി പോലെ പാറിപ്പോവുകയില്ല. ബിക്കോസ് ഹി ഹോൾഡ്സ്. ദൈവം നിന്നെ സൂക്ഷിക്കും. വഴുവഴുപ്പുള്ള പാറയായിട്ടല്ല കർത്താവായ യേശുവിനെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. ഉറപ്പുള്ള പാറ, ഉറപ്പുള്ള പാറ. കല്ല് പണിയുന്നവരോട് നിങ്ങൾ ചോദിക്കൂ, പായല് പിടിച്ച പാറയെ അല്ലെങ്കിൽ കരിങ്കല്ലിനെ പായല് പിടിച്ചിരുന്നാൽ അത് അതുപോലെ കെട്ടിടം പണിയാൻ കുഴിയിലേക്ക് ഇറക്കി വെക്കുമോ? ഒരിക്കലുമില്ല. അതിന്റെ പായലുള്ള ഭാഗത്തെ തട്ടിക്കുടഞ്ഞു മാറ്റി അതിന്റെ പരുവരുത്ത ഭാഗമായിരിക്കുന്നതിനെ മാത്രം വാനത്തിലേക്ക് ഇറക്കി വെച്ച് അതിന്റെ മുകളിലാണ് ചുടുകട്ടയും കല്ലും കൊണ്ട് കെട്ടി ഉയർത്തുന്നത്. എന്തിന്? ഇത് ദീർഘകാലം നിലനിൽക്കണം. ദൈവവൈതങ്ങളെ, നിങ്ങൾ ദീർഘകാലം നിലനിൽക്കണമെന്നും നമ്മുടെ മേൽ ദൈവം വച്ചിരിക്കുന്ന ആയുഷ്കാലമൊക്കെയും പതറാത്തവരും ഇടർച്ചയില്ലാത്തവരുമായി ദൈവത്തിന്റെ സന്നിധിയിലും സമൂഹത്തിലും കുടുംബത്തിലും രാജ്യത്തും ദേശത്തും ശോഭിക്കണം, വിളങ്ങണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം. ഇന്ന് എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്ന അടിത്തറ എന്ന് പറയുന്നത് ക്രൂശിതനായ യേശുവിനെയാണ്. 2017 ജനുവരി മാസം 8-ാം തീയതി ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വാർത്താ മാധ്യമത്തിൽ വന്നൊരു വാർത്തയാണ്. അശക്തമായ അടിത്തറ കാരണം 6 നില കെട്ടിടം ഇടിഞ്ഞു വീണു, 11 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. PWD വന്ന് ചെക്ക് ചെയ്തു, കാര്യം കണ്ടെത്തി. അതിന്റെ അടിത്തറ ഉണ്ടാക്കിയത് ക്രമരഹിതമായിരുന്നു. വിതൗട്ട് എ സ്ട്രക്ചർ. ക്രിസ്തീയ ജീവിതത്തിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. ദ ഫസ്റ്റ് ഫൗണ്ടേഷൻ, കയറി നിൽക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിലാണ്. രണ്ടാമത് അവർ കണ്ടെത്തിയത് അസിമെട്രിക്കലാണ്. അതിനകത്തൊരു സമാന രൂപമില്ല. വിവിധവും വിവിധവുമായ സന്ദേശങ്ങൾ, വിവിധവും വിവിധവുമായ ഉപദേശങ്ങൾ, വിവിധവും വിവിധവുമായ കാഴ്ചപ്പാടുകൾ, വിവിധവും വിവിധവുമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ അല്ലേ അല്ല. കൊരിന്ത്യരോട് പൗലോസ് ചോദിക്കുന്നു, ഹേ കൊരിന്ത്യരെ, നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചവനായ ഒരുവനെ നിങ്ങൾ വിഭാഗിച്ചെടുത്തുവോ? Why doctrines are not unified inside of you or your church? ഉപദേശങ്ങൾ നിങ്ങളുടെ ഇടയിൽ എന്തുകൊണ്ട് ഏകമായിരിക്കുന്നില്ല? കർത്താവായ യേശു എന്ന ഒരുവൻ, അവനിൽ ഇരിക്കുന്ന ഒരേ വിശ്വാസം, അവനിലുള്ള ഏക പ്രത്യാശ, അവനിലുള്ള ഏക വിശ്വാസം, ഈ ഏകത്വത്തെ പിരിച്ചറിഞ്ഞത് ആര്? ഒരു വലിയ ചോദ്യം ചോദിക്കുകയാണ്. അവിടെ പറയുന്നു, സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടായി. കൊരിന്തിലെ ദൈവസഭയ്ക്കകത്ത് അപ്പല്ലോസ് പ്രസംഗിക്കുന്നത് പോലെ കെയ്ഫ പ്രസംഗിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അപ്പല്ലോസിന്റെ പക്ഷക്കാരനാണ്. വി ആർ ദ ഫാൻസ് ഓഫ് അപ്പല്ലോസ്. മറ്റുള്ളവർ പറഞ്ഞു, അല്ലേ അല്ല, അപ്പല്ലോസ് ആര്? യവനായൻ. ശീമോൻ ആര്? യേശുവിന്റെ കൂടെ നടന്നവൻ. ശീമോൻ പ്രസംഗിച്ചതുപോലെ അപ്പല്ലോസ് പ്രസംഗിച്ചോ? മറ്റുള്ളവർ പറഞ്ഞു, അല്ലേ അല്ല, പൗലോസ് ആണ് പ്രസംഗവീരൻ, നല്ല പ്രസംഗകൻ. പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലും പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലും സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും പുൽപിറ്റിൽ നിന്നും മുഴങ്ങിക്കേൾക്കുന്ന വ്യക്തികളുടെ വാക്ചാതുര്യത്തിനും അവരുടെ പുറമോടിയിലും ആകൃഷ്ടരായി ഫാൻസ് അസോസിയേഷനായി മാറി പക്ഷം പിടിക്കാനല്ല കർത്താവായ യേശു ക്രൂശിൽ ഏറിയത്. സന്ദേശത്തിനാണ് പ്രാധാന്യം. ആ സന്ദേശത്തിൽ യേശു ക്രൂശിതനായി എന്ന് ഉയർത്തപ്പെടുന്നുണ്ടോ? നിങ്ങൾ ആരിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്നു? ദൈവപൈതങ്ങളെ, നമ്മളെ തെറ്റിച്ചു കളയുവാൻ ശത്രുവായ പിശാച് നമ്മുടെ ജീവിതത്തിൽ വിതയ്ക്കുന്ന കളകളിൽ ഒരു കള ആത്മീയ ജീവിതത്തിൽ നമ്മളെ ട്വിസ്റ്റ് ചെയ്ത് കളയും എന്നുള്ളതാണ്. നമ്മുടെ ഇടയിൽ പലരും പറയും, സിറ്റി ചർച്ച ഇന്നയാൾ പ്രസംഗിക്കുമ്പോൾ വളരെ രസകരമാണ്, മറ്റേ ആൾ പ്രസംഗിക്കാൻ കൊള്ളത്തില്ല. ഇന്നയാൾ പ്രസംഗിക്കുന്നത് കൊള്ളാം, കേൾക്കാൻ വളരെ ബഹുരസമാണ്. അപ്പൊ അവരൊക്കെ പിന്നെ പുൽപ്പിലോട്ട് കയറി വരുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും. എന്നാൽ ചിലരൊക്കെ കയറി വരുമ്പോൾ ശ്രദ്ധിക്കാറില്ല. പ്രായത്തിൽ കുറഞ്ഞവർ, വിദ്യാഭ്യാസത്തിൽ കുറഞ്ഞവർ, സമ്പത്തിൽ കുറഞ്ഞവർ, മോടിയില്ലാത്ത വസ്ത്രം ധരിക്കുന്നവർ, എന്തിന്റെ അടിസ്ഥാനത്തിൽ
നിങ്ങളുടെ ചർച്ച് വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു. ചർച്ച് വിഭാഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മാറിയിരിക്കുന്നു എന്നർത്ഥം. The people are not receiving the message of cross. ക്രൂശിന്റെ വചനത്തെ സ്വീകരിക്കാതെ അങ്ങും ഇങ്ങും മാറിയിരിക്കുന്നതിനെയാണ് വിഭാഗീയത എന്ന് പറയുന്നത്. പുൽപിറ്റിൽ കേൾക്കുന്ന സന്ദേശത്തോട് പ്രതികരിച്ച് ദൈവമേ ഇവിടെ പറയുന്നത് അരുളപ്പാടുകളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഇതെന്റെ ജീവനെ നിലനിർത്തുന്ന ദൈവത്തിന്റെ വചനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പുൽപിറ്റിൽ ആര് സന്ദേശം അറിയിച്ചാലും ദൈവത്തിന്റെ സന്ദേശമെന്ന് മനസ്സിലാക്കി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈ സന്ദേശത്താൽ എന്നെ രൂപപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയിൽ ദൈവം കടാക്ഷിക്കും. ദാസനായ പത്രോസ് ഇപ്രകാരം പറയുന്നു, എന്റെ വിശ്വാസത്തിന്റെ അടിത്തറ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. യേശുവിന്റെ ശിഷ്യന്മാരും യേശുവിന്റെ അപ്പോസ്തലന്മാരും ഇന്ന് കൊരിന്തിൽ കർത്താവിന്റെ വചനം ഘോഷിക്കാൻ ചെന്ന പൗലോസും പറയുന്നത് എന്റെ വിശ്വാസത്തിന്റെ അടിത്തറ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവാണ്. നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ പ്രയോജനമില്ലാത്ത ആശയങ്ങളും പ്രയോജനമില്ലാത്ത സ്വാധീനങ്ങളും നിരവധി ഉണ്ടായി എന്ന് വരാം. പക്ഷേ ആ പ്രയോജനരഹിതമായ ആശയത്തെ നിങ്ങളുടെ ജീവിതത്തിൽ പരിവപ്പെടുത്താൻ നിങ്ങൾ സ്വീകരിച്ചാൽ അത് തകർച്ചയ്ക്ക് കാരണമാകും. നിങ്ങൾ ബുക്ക് ഷോപ്പിൽ പോകൂ, അവിടെ ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം, ജാപ്പനീസ് ടിപ്പുകൾ 10 ഇച്ചിഗായി എന്ന് എഴുതിയിരിക്കുക. അതൊരു പുസ്തകത്തിന്റെ പേരാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ പരിവപ്പെടുത്താം, ജെ ഷെട്ടി പറയുന്നതായ 25 നുറുങ്ങുകൾ. അപ്പൊ ഇതൊക്കെ കാണുമ്പോ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, ഹരേ കൃഷ്ണയുടെ മൂവ്മെന്റ്സ്, ഇസ്കോണിന്റെ ചില പുസ്തകങ്ങൾ, ജീവിതം സന്തോഷപൂർവ്വം വയ്ക്കാൻ, ദ ബുക്ക് സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കൂ, നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ ഗുജറാത്തിൽ എൻ്റെ കമ്പനിയുടെ ട്രെയിനിങ് പീരീഡിൽ നിൽക്കുമ്പോൾ അവർ ഞങ്ങളെ കാണിച്ച ഒരു ഡോക്യുമെന്ററിയും വായിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച പുസ്തകമാണ് ദ സീക്രട്ട്. അതിനകത്തൊരു ടെസ്റ്റ് മണിയുണ്ട്. ഒരു മനുഷ്യൻ പറഞ്ഞു, എന്നെ ഒരു പെൺകുട്ടികളും ഇഷ്ടപ്പെടത്തില്ലായിരുന്നു. ഞാൻ പെൺകുട്ടികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ആകൃഷ്ടവാനല്ലായിരുന്നു. എന്നാൽ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിലെ സന്ദേശം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. പിന്നീട് ഞാൻ ഇറങ്ങി നിൽക്കുമ്പോൾ 1 അല്ല 2 അല്ല 4 5 പെൺകുട്ടികൾ എൻ്റെ അടുക്കൽ വരുന്നു. ഇത് നല്ല പുസ്തകമാണ്, വാങ്ങി വായിക്കൂ. യൂട്യൂബിൽ ടെസ്റ്റ് മണി കിടപ്പുണ്ട് കേട്ടോ, ദ സീക്രട്ട്. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമ്മുടെ അടുക്കൽ വരും എന്നൊക്കെ പറയുന്ന വികലവും പൈശാചികവും നമ്മളെ തകർക്കുന്നതുമായിട്ടുള്ള വിഷലിപ്തമായിരിക്കുന്ന സന്ദേശങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളും ഡോക്യുമെന്ററികളും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് പോലും കേൾക്കുന്നതായ വാർത്തകളും നമ്മെ സ്വാധീനിക്കാൻ രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യങ്ങൾ നിങ്ങളുടെ ശരീരത്തെയോ നിങ്ങളുടെ മനസ്സിനെയോ നിങ്ങളുടെ ചിന്തകളെയോ ഇച്ഛാശക്തിയെയോ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ആലോചന പറയുന്നത്. പകരം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമ്മെ സ്വാധീനിക്കുന്ന, നമ്മെ മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തി ക്രൂശിതനായ യേശു ക്രിസ്തു മാത്രമായിരിക്കണം എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. എന്താണ് ക്രൂശിതനായ യേശു ക്രിസ്തു ഈ യവനന്മാർ മനസ്സിലാക്കിയത്? കാരണം ഇത് അദ്ദേഹം പറയുന്നത് തന്റെ 2ാം മിഷനറിയോടുള്ള യാത്രയിലാണ്. ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ സകല ഭൂമിയുടെ അറ്റത്തോളവും, ഒന്ന് പറഞ്ഞേ, ഭൂമിയുടെ അറ്റത്തോളവും, ഭൂമിയുടെ അറ്റത്തോളവും. എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്, ഭൂമിയുടെ അറ്റത്തോളവും. ഞാൻ ഈ അപ്പോസ്തലന്മാരുടെ യാത്ര, നമ്മുടെ ബൈബിളിന്റെ ഏറ്റവും പുറകിലെ മാപ്പുണ്ട്. ഈ മാപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് കൊരിന്തിൽ വന്നിറങ്ങി. ആ കൊരിന്ത് പട്ടണം നോക്കിയാൽ അതൊരു സമുദ്രത്തിന്റെ മുനമ്പായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ കൊരിന്ത് എന്ന് പറയുന്ന ഭൂമിയുടെ അറ്റം. പുള്ളി ആസിയയിൽ വന്നിറങ്ങി, അദ്ദേഹം അപ്പുറത്ത് പോയി, അദ്ദേഹം ത്രോവാസിൽ ചെന്നു, പത്മോസിൽ ചെന്നു. ഈ മനുഷ്യൻ കൂടിപ്പാർക്കുന്ന ആ പ്രദേശത്തിന്റെ ഏറ്റവും അറ്റത്തായിരിക്കും അദ്ദേഹം കപ്പൽ വന്നിറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം ആരംഭിച്ച്, ആ അറ്റത്ത് നിന്നും ആരംഭിച്ച് അത് പിന്നെ സ്പ്രെഡായി ആ ദേശം മുഴുവനും സുവിശേഷം വിഴുകുന്ന കാഴ്ച പിന്നീട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു പറഞ്ഞു, ഭൂമിയുടെ അറ്റത്തോളം പോകൂ. അവർ ലിറ്ററലി, അക്ഷരാർത്ഥത്തിൽ ഭൂകഷ്ണങ്ങളുടെ, ഈ ഭൂമിയിലെ മണ്ണ് കഷ്ണങ്ങളുമായി കിടക്കുന്നതിന്റെ അറ്റങ്ങളിലേക്ക് അവർ പോയി. കഷ്ണങ്ങളെയാണല്ലോ നമ്മൾ കോണ്ടിനെന്റ്സ് എന്ന് പറയുന്നത്. യൂറോപ്പ്, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ കഷ്ണങ്ങളിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു. അവർ ഉള്ളേരികളിൽ താമസിക്കുന്ന ജനങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു. ഈ നിർമ്മലമായ സുവിശേഷം അവർ കർത്താവിന്റെ വചനത്താലും ആത്മാവിനാലും ശക്തിയാലും പ്രഘോഷിച്ചു. നോക്കൂ, യവനായന്മാരെ സംബന്ധിച്ചിടത്തോളം ക്രൂശിതൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു പുതിയ കാര്യമല്ല. ക്രൂശിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു സംഗതിയും പുതിയൊരു കാര്യമല്ല. ക്രൂശീകരണം എന്ന് പറയുന്ന സംഗതിയും അവർക്കൊരു പുതിയ കാരണമല്ല. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന് ഏകദേശം 60-70 വർഷങ്ങൾക്ക് മുൻപ് തന്നെ
പേർഷ്യൻ രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നതായ ശിക്ഷാവിധി അവിടെ റോമും അനുവർത്തിച്ചു വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, റോമിനെ ആരും പിടിച്ചുലയ്ക്കാതിരിക്കാൻ, റോമൻ സാമ്രാജ്യത്തിനെതിരെ ഒരക്ഷരം ക മ എന്ന് മിണ്ടാതിരിക്കാൻ, അവരെ ഭയപ്പെടുത്താൻ, റോമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ്, ഇന്ന് ലണ്ടനിൽ നമ്മൾ ഇറങ്ങിയാൽ കാണുന്നത് ആ ലണ്ടൻ നഗരത്തിന്റെ മനോഹാരിത വിളിച്ചു പറയുന്ന എന്തെങ്കിലും കൂറ്റൻ കെട്ടിടങ്ങളായിരിക്കും. സിംഗപ്പൂരിൽ ഇറങ്ങിയാൽ അവിടെയുള്ള മോണുമെന്റ്സ് ആയിരിക്കും. നമുക്കറിയാം, വായിൽ നിന്നും വെള്ളം ചാടുന്ന ഒരു സിംഹത്തിന്റെ രൂപം. ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ആ രാജ്യത്തിന്റെ മഹത്വത്തെ ഉയർത്തുന്ന കെട്ടിടങ്ങൾ, സ്തൂപങ്ങൾ, ബിംബങ്ങൾ ഒക്കെ ആ രാജ്യക്കാർ വിളംബരം ചെയ്യും, എടുത്തു കാണിക്കും. അത് അതിന്റെ മാറ്റ് വർദ്ധിപ്പിക്കും. എന്നാൽ റോം എന്താ ചെയ്തതെന്ന് അറിയാമോ? റോമിനകത്ത് പ്രവേശിക്കുന്നവരുടെ ഉള്ളിൽ ഭീകരത ഉണ്ടാകാൻ, റോമിനെതിരെ ക മ എന്നൊരു അക്ഷരം മിണ്ടാതിരിക്കാൻ, അതിനകത്ത് ഒരു തരത്തിലും ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകാതിരിക്കാൻ റോമിന്റെ പടിവാതിൽ കൂടെ കാലെടുത്ത് വച്ചു കൊണ്ടുവരുന്നവർ കാണേണ്ടത് 500,000 ആയിരിക്കുന്ന ശവങ്ങളെ മരത്തിൽ ആണിയടിച്ച് വെച്ചിരിക്കുന്ന കാഴ്ചയായിരിക്കണം. യവനായന്മാർക്ക് ക്രൂശീകരണം എന്ന് പറയുന്ന സംഭവം ഒരു പുതിയൊരു സംഗതി അല്ല. ദേ നോ. കാരണം യേശു ക്രിസ്തുവിന് മുമ്പ് 400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്ലേറ്റോ എഴുതിയിരിക്കുന്നു, ഇത്രയും ഹീനവും ഇത്രയും ബ്രൂട്ടലും ക്രൂരവും ആയിട്ടുള്ള ഒരു ശിക്ഷാവിധി ലോകത്തില്ല. പ്ലേറ്റോ തന്റെ റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകത്തിലും ഫൈഡോ എന്ന് പറയുന്ന തന്റെ കോൺവെർസേഷനിലും താൻ എഴുതി വെച്ചിരിക്കുന്നു, നീചമായ പ്രവൃത്തി, മനുഷ്യത്വരഹിതം. ഇങ്ങനെയും ആൾക്കാരെ ശിക്ഷിക്കുമോ? ദിവസങ്ങൾ, മാസങ്ങൾ ആ ശരീരത്തെ മുഴുവനും കഴുകന്മാർ കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുക്കുന്ന നീചജനത റോം. പൗലോസ് പറയുന്നു, ആ റോമിന്റെ ക്രൂശീകരണത്തിൽ നിന്നും ഒരുവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു, അവന്റെ നാമത്തെ ഞങ്ങൾ പ്രസ്താവിക്കുന്നു, അവനെ രാജാവും അധികാരിയും കർത്താവുമാക്കി ദൈവം വച്ചിരിക്കുന്നു. That's the name of Jesus. യേശു എന്ന രക്ഷാനാമം. ഹല്ലേലൂയ. നിങ്ങൾ 17-ാമത്തെ അധ്യായം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം വായിച്ചാൽ ഈ വിടുവായൻ ഇത് എന്താണ് സംസാരിക്കുന്നത്? ഇതെന്താ ഈ സംസാരിക്കുന്നത്? ക്രൂശിതനായ ഒരുത്തനെ ഉയർത്തുന്നോ? ആരാ ക്രൂശിക്കപ്പെടുന്നത് സഹോദര? അടിമകൾ, കലാപകാരികൾ, കുറ്റവാളികൾ, തീവ്രവാദികൾ, ഇവരെയൊക്കെയാണ് ക്രൂശിക്കുന്നത്. നീ പ്രസംഗിക്കുന്ന യേശു ഇതിൽ ആര് വരും? ഇതിൽ ഏത് ഗണത്തിൽപ്പെടും? നീ പ്രസംഗിക്കുന്ന ക്രൂശിക്കപ്പെട്ട യേശു അടിമയാണോ? യവനായന്മാരുടെ ചോദ്യം. കലാപകാരിയാണോ? കുറ്റവാളിയാണോ? ഒരു തീവ്രവാദിയാണോ? അല്ലേ, അല്ല. അവർ തിരിച്ചു പറഞ്ഞു കൊടുത്തു, ആരാണ് യേശു? ആരാ ഈ ക്രൂശിക്കപ്പെട്ടവൻ? അവർ പറഞ്ഞു കൊടുത്തു, കർത്താവായ ദൈവം, മാനവരാശിക്ക് ജീവൻ കൊടുത്ത ദൈവം, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവം, അവയിലുള്ള സകലത്തിനും ശ്വാസം കൊടുക്കുന്നവൻ, താൻ നിയമിച്ച പുരുഷനാണ് എന്റെ കർത്താവായ യേശു. അടുത്ത ചോദ്യം, എന്തിനു നിയമിച്ചു? ഒന്ന്, യേശു ആദ്യം മുതലുള്ളവൻ, കന്യകയിൽ ജാതനായവൻ, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യപ്പെട്ടവൻ. അവിടെ നിന്ന് താൻ ജീവിച്ചപ്പോൾ ആർക്കും ഒരു തരത്തിലുള്ള വേലവെപ്പും ചെയ്തില്ല. അവൻ ആരെയും ദ്രോഹിച്ചില്ല, അവൻ ആരെയും പള്ളു പറഞ്ഞില്ല, അവൻ ആരുടെ മുൻപിലും പഴിവാക്ക് പറഞ്ഞില്ല. യേശു എല്ലാം നല്ലത് ചെയ്തു, അവിടുന്ന് നന്മ ചെയ്തു, അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കി, പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കി, അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുത്തവനെ അത്രേ ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. അവിടുന്ന് ക്രൂശിൽ കഷ്ടം സഹിച്ചു, അവിടുന്ന് കഷ്ടം അനുഭവിച്ച് അവിടുന്ന് മരിച്ചു. പക്ഷേ അവിടുന്ന് മരിച്ചിട്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. നീ പ്രസംഗിക്കുന്ന യേശു ആരാണ്? ജീവനായകനായ യേശുവിന്റെ നാമത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് പാപക്ഷമയും പാപമോചനവും ലഭ്യമാക്കാൻ ദൈവം എനിക്കും നിനക്കും വേണ്ടി മാറ്റിവെച്ച ദൈവത്തിന്റെ കുഞ്ഞാട്. ശരി, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം സഹോദര? നിനക്ക് വേണ്ടി കാൽവരിയിൽ 3 ആണികളാൽ തൂങ്ങപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവത്തിൽ നിന്നും ആശ്വാസകാലങ്ങൾ വന്ന് നിന്റെ ജീവിതത്തിന് ആരോഗ്യമുണ്ടാകുക. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ക്രൂശ് മരണം എന്ന് പറയുന്നത് ഒരു ശിക്ഷാവിധിയായി മാത്രം കണ്ടിരുന്ന കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവരോട് സാക്ഷ്യപ്പെടുത്തി, ഇത് കേവലം ഒരു ശിക്ഷാമരണം മാത്രമല്ല, ഇത് എനിക്കും കേൾവിക്കാർക്കും വേണ്ടി ദൈവം രക്ഷപ്പെടാൻ, തന്നോടൊപ്പം വാഴാൻ, തന്നോടൊപ്പം ജീവിക്കാൻ, താനുമായി ഒരു വലിയ സ്വര ചേർച്ചയുണ്ടാകാൻ, താനുമായി നീതിബോധത്തിൽ നടക്കാൻ, ദൈവത്തോടൊപ്പം വസിക്കാൻ ദൈവം ഒരുക്കിയ രക്ഷാ പദ്ധതിയാണ് ക്രൂശ് മരണം എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ പ്രായശ്ചിത്തയാഗമായി മാറുകയാണ് ചെയ്തത്. എന്തിന് പ്രായശ്ചിത്തം യാഗമായി മാറി? നമ്മുടെ മുൻ കഴിഞ്ഞ പാപങ്ങളെ കർത്താവിന് ശിക്ഷിച്ചേ പറ്റൂ. നമ്മൾ യേശുവിലേക്ക് വരുന്നതിന് മുൻപ് അറിഞ്ഞും അറിയാതെയും ചിന്തകളാലും നോക്കിനാലും വാക്കിനാലും പ്രവൃത്തിയാലും ശരീരം കൊണ്ടും നാം ചെയ്തതായ എല്ലാ തെറ്റുകളുടെയും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. പക്ഷെ ദൈവം എൻ്റെ മേൽ വരേണ്ട ശിക്ഷാ വിധിയെ യേശുവിൻ്റെ മേൽ ഇറക്കി വെച്ചു. ഞാൻ ക്രൂശിനെ നോക്കുമ്പോൾ അത് ഇത്രത്തോളം ഭയാനകം എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്നെ വീണ്ടെടുക്കാൻ അവിടുന്ന് ക്രൂശിക്കപ്പെട്ടു. എന്നെ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ മോചിപ്പിക്കാൻ. ഞാൻ പാപത്തിൽ ജീവിച്ചപ്പോൾ പാപത്തിന്റെ അനന്തര ഫലമായി ശാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എത്ര പഠിച്ചിട്ട് മുകളിൽ കയറാൻ കഴിയുന്നില്ല. ജീവിതത്തിനകത്ത് അകാല മരണങ്ങൾ സംഭവിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ ക്ഷീണമുണ്ടാകുന്നു. ദൈവത്തെ ദൈവമായി കണ്ട് ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും എനിക്ക് കഴിയുന്നില്ല. ഏതിന് കാലെടുത്ത് വെച്ചാലും കുഴിയിലേക്ക് നിപതിക്കുന്ന പോലുള്ള അവസ്ഥ. ചിലർ വാഹനം എടുക്കുന്നു, തട്ടി 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 വാഹനത്തിന്റെ അടപ്പ് തെറിക്കും. ചിലർ വാഹനം എടുക്കുന്നു, പണിത് 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 സമ്പത്ത് നഷ്ടമായി പോകും. ചിലർ വീട് വയ്ക്കും, EMI അടച്ചടച്ചടച്ച് അപ്പൻ മരിച്ചാലും മക്കൾ പോലും അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് ആ EMI പണം കയറി പോകും. ഇങ്ങനെ ഒരു ശപിക്കപ്പെട്ട ജീവിതം നയിച്ചു കൊണ്ടിരുന്നവരെ ആ ശാപത്തിൽ നിന്നും വിമോചിക്കാൻ എൻ്റെ കർത്താവായ യേശു ക്രൂശ് മരണം സ്വയം വരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. 3, നിരപ്പിക്കാൻ വേണ്ടി അവിടുന്ന് ക്രൂശിതനായി. എന്താ നിരപ്പിക്കുക എന്ന് പറയുന്നത്? നിരപ്പിക്കുക എന്ന മലയാള അർത്ഥത്തിന് കൊടുത്തിരിക്കുന്ന മറ്റ് അർത്ഥങ്ങൾ ഇതാണ്: പൊരുത്തപ്പെടുത്തുക, വിരോധ ശമനമുണ്ടാക്കുക, ഐക്യപ്പെടുത്തുക, പിണക്കം തീർത്ത് ഒന്നിപ്പിക്കുക. ഞാൻ ചിന്തിച്ചു, ദൈവം നമ്മൾ ദൈവമായിട്ട് പിണക്കത്തിലായിരുന്നു. അപ്പോ യേശുവിലേക്ക് വരുന്നതിന് മുമ്പ് വരെ ഞാൻ ദൈവവുമായി പിണങ്ങിക്കഴിഞ്ഞോ? നമ്മൾ കേട്ടില്ലേ, ചില ആൾക്കാരൊക്കെ വളരെ സെൻസിറ്റീവും തൊട്ടാവാടികളുമാണ്. നമ്മുടെ മുഖമൊന്ന് കറുത്താൽ അവർ പിണങ്ങും, നമ്മളൊന്ന് അണ്ണുരുട്ടി നോക്കിയാൽ അവർ പിണങ്ങും, നമ്മളൊന്ന് ഉച്ചത്തിൽ സംസാരിച്ചാൽ അവർ പിണങ്ങും. ഇവിടെ പറഞ്ഞിരിക്കുന്നു, മാനവരാശിക്ക് മുഴുവനും ദൈവവുമായി ഒരു പിണക്കം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ കർത്താവ് പിണക്കം എടുത്തു മാറ്റി ഞാനും ദൈവവുമായി ഒരു വലിയ രമ്യതയിലേക്ക് ദൈവം നടത്തിക്കൊണ്ട് വന്നു. ക്ഷമിക്കാൻ, ജഡത്താൽ വന്ന ലംഘനങ്ങളെ അവിടെ നിന്ന് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ, ജഡത്താൽ വരുന്ന ലംഘനം എന്താണ്? ദൈവവുമായി എനിക്കൊരു മര്യാദ കേടുണ്ടായിരുന്നു, ഞാനൊരു ധിക്കാരിയായിരുന്നു, സുവിശേഷത്തിന് മുൻപിൽ ഞാൻ സമർപ്പിച്ചു കൊടുത്തില്ല, ഉപദേശത്തിന് മുൻപിൽ ഞാൻ സമർപ്പിച്ചു കൊടുത്തില്ല, പ്രാർത്ഥനയ്ക്ക് ഞാൻ തിരിഞ്ഞിരുന്നവനായിരുന്നു, ഇതെല്ലാം ഞാൻ കളിയാക്കി പറഞ്ഞവനായിരുന്നു. ഒരു കാലത്ത് കർത്താവിന്റെ ക്ഷമ ഞാൻ അനുഭവിക്കുന്നതിന് മുൻപ് വരെ ഞാനൊരു ധിക്കാരിയായിരുന്നു. പക്ഷെ എൻ്റെ യേശുവിൻ്റെ ക്രൂശിലെ മരണത്താൽ എൻ്റെ ധിക്കാരങ്ങളെ അവിടെ നിന്ന് എന്നോട് ക്ഷമിച്ചു. എൻ്റെ മര്യാദ കേടിനെ അവിടെ നിന്ന് ക്ഷമിച്ചു. അവിടെ നിന്ന് എൻ്റെ എല്ലാ കുറ്റങ്ങളും പൊറുത്തു. പുതിയ നിയമത്തിന് വേണ്ടി അവിടെ നിന്ന് ക്രൂശിതനായി. എന്തായിരുന്നു ആ പുതിയ നിയമം? മനുഷ്യനും ദൈവവുമായി ഒരുമിച്ച് പോകുന്ന ഒരു നിയമം. ഒരു കാരണവശാലും മനുഷ്യന് ഏണി വച്ച് കയറി, ഉയർന്ന മലയിൽ കയറി, ഒരു വലിയ ബുർജ് ഖലീഫ ഉണ്ടാക്കി, ഒരു അമ്പര ചുംബിയെ ഉണ്ടാക്കി സ്വർഗത്തിലേക്ക് കയറി പോകാൻ സാധ്യമല്ല. ഒരു മനുഷ്യനും ഒരു റോക്കറ്റിൽ കയറി, ഒരു സ്പേസ്ഷിപ്പിൽ കയറി, ഇനി ഇലോൺ മസ്കിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു പേടകത്തിൽ കയറിയാണെങ്കിൽ പോലും ദൈവത്തിന്റെ സന്നിധിയിൽ കയറി പോകാൻ കഴിയത്തില്ല. പകരം ദൈവം ഇറങ്ങി വന്നെങ്കിലേ ഉള്ളൂ. വലിയൊരു യൂണിറ്റിയാണ്. സ്വർഗം താണിറങ്ങി വരുന്നു. എന്തിന്? എന്നെ അന്വേഷിച്ചിറങ്ങി വരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തിന്റെ സ്നേഹം പരസ്യമാക്കാൻ യേശു ക്രൂശിതനായി. ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം. ദൈവം സ്നേഹിക്കുമോ? തത്വചിന്തകന്മാർ പഠിപ്പിച്ചു വെച്ചിരുന്നത് ഇതൊക്കെ തെറ്റെന്നാണ്. ഇങ്ങനെയൊന്നും ഇല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ പരസ്പരം നല്ല സംസാരത്തിലേക്ക് അങ്ങ് പോയാൽ മതി. അവരുടെ സംബന്ധിച്ച്, അവരുടെ ഐതിഹ്യം സംബന്ധിച്ച് ദേവന്മാരും ദേവികളൊക്കെ എപ്പോഴും അടിയാണ്.
യവനായ ചിന്തയിലുള്ള ദേവന്മാരും ദേവിമാരും ഭയങ്കര കുടുംബ വഴക്കാണ്, കത്തിക്കുത്തും വെട്ടുമാണ്, രക്തമയമാണ് അവരുടെ സ്വർഗങ്ങളിൽ. സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ അവർ കണ്ടുമുട്ടിയിട്ടില്ല. പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറഞ്ഞു, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ഇതുവരെ കണ്ടതും കേട്ടതുമായ ദൈവത്തെ അല്ല ഞാൻ പ്രസ്താവിക്കുന്നത്. ഇതുവരെ അറിഞ്ഞ ദേവി ദേവന്മാരെയോ ശ്രേഷ്ഠന്മാരെ അല്ല ഞാൻ പ്രസ്താവിക്കുന്നത്. ഞാൻ പ്രസ്താവിക്കുന്നത് എന്നെ സ്നേഹിച്ച ഒരു ദൈവത്തെ. പോരാ, ഞാൻ സ്നേഹിക്കുന്നതിന് മുൻപേ എന്നെ സ്നേഹിച്ച ദൈവത്തെ, ഞാൻ ശത്രുവായിരിക്കുമ്പോൾ തന്നെ എന്നെ സ്നേഹിച്ചൊരു ദൈവത്തെ, ഞാൻ അറിയാതിരിക്കുമ്പോൾ തന്നെ എന്നെ സ്നേഹിച്ചൊരു ദൈവത്തെ പ്രദർശിപ്പിക്കുവാൻ കാൽവരിയിൽ എൻ്റെ യേശു മരിച്ചു എന്നുള്ളതാണ്. 7, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നതും തിന്മയുടെ മേൽ വിജയം സ്ഥാപിക്കുവാൻ യേശു ക്രൂശിൽ മരിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദോഷം കൊണ്ടുവരാൻ ഇരുട്ടിന്റെ ശക്തികൾ നമ്മളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് കച്ചകെട്ടി തന്റെ സൈന്യങ്ങളുമായി അവൻ നമുക്കെതിരെ പടപൊരുതി വരുന്ന നിമിഷം യേശുവിന്റെ രക്തത്താൽ ജയം എന്ന് പറയുന്ന മാത്രയിൽ അവന്റെ സൈന്യ വ്യൂഹത്തെ തെറ്റിച്ചു കളയുന്ന ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരും. അത് യേശുവിന്റെ ക്രൂശിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവിധങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഫേവറാണ്. എന്തുകൊണ്ടാണ് പുരാതന കാലങ്ങളിൽ യേശുവിന്റെ ക്രൂശിനെ റിസംബിൾ ചെയ്യുന്ന രൂപങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കി സൂക്ഷിച്ചത്? അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ഈ ക്രൂശിത രൂപത്തിന്റെ മുമ്പിൽ ഒരു പൈശാചികനും ഒരു ബാധകളും ഒരു ശാപക്കെട്ടും ഒരു ദുർമന്ത്രവാദങ്ങളും നിൽക്കുകയില്ല. ഇവയുടെ മേൽ ജയമെടുത്തവനാണ് എൻ്റെ യേശു. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ കർത്താവായ യേശു എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനം, ദൈവത്തിന്റെ നീതിയുടെ പ്രദർശനം മാത്രമല്ല, നമ്മെ എന്നേക്കുമായി ദൈവം വിമോചിക്കാൻ താൻ തന്നെ ഒരുക്കിയതും താൻ തന്നെ നിയമിച്ചതുമായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പദ്ധതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വായിച്ച വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ ഇന്ന് നമ്മൾ ഈ ആലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എന്ത് നിങ്ങൾ മറന്നുപോയാലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു സന്ദേശമാണ് ക്രൈസ്റ്റ് എലോൺ, യേശു മാത്രം. ഒന്ന് പറഞ്ഞേ, യേശു മാത്രം, യേശു മാത്രം. പൗലോസ് കൊരിന്ത്യയിലെ ദൈവസഭയിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഉള്ളിൽ യേശു മാത്രമേ അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം യേശു മാത്രം. മുന്നോട്ടുള്ള യാത്രയ്ക്ക് യേശു മാത്രം. അവരുടെ കൂട്ടായ്മയുടെ പ്രധാന ആകർഷണം യേശു മാത്രം. അവരുടെ പ്രാർത്ഥനയുടെ കേന്ദ്ര ബിന്ദു യേശു മാത്രം. അവരുടെ ഉപവാസത്തിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം യേശു മാത്രം. അവരുടെ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാന വിഷയം യേശു മാത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമുക്ക് എന്താണ് എല്ലാറ്റിൽ നിന്നും ഏറ്റവും പ്രിയപ്പെട്ടത്? അത് യേശു മാത്രമാണെങ്കിൽ ഇന്ന് പകലിൽ നമ്മൾ സന്തോഷിക്കണം, ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കണം. ജീവിതത്തിൽ യേശു മാത്രമായി കഴിഞ്ഞാൽ നാം പക്ഷം ചേരുകയില്ല. അങ്ങനെ പക്ഷം ചേരുന്ന ജീവിതം നമ്മുടെ ജീവിതത്തിൽ വരരുത്. നീചമായ ദുർനടപ്പ് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ ക്രൂശിക്കപ്പെട്ട യേശു മാത്രം ആയിരിക്കണം നമ്മുടെ ഉള്ളിൽ. നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ, പരസ്പര ഇടപാടുകളിൽ വിശുദ്ധി ഉണ്ടാകേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ യേശു മാത്രം ആയിരിക്കണം. വിവാഹത്തിന് മുൻപും വിവാഹത്തിലും വിവാഹത്തിന് ശേഷവും ജീവിതത്തിൽ ദുർനടപ്പുണ്ടാകാതിരിക്കാൻ യേശു മാത്രം, ക്രൂശിക്കപ്പെട്ട യേശു മാത്രം. എനിക്കെല്ലാം അറിയാം, എന്നെ പഠിപ്പിക്കരുത് എന്നുള്ള ചീർത്തിരിക്കുന്ന സ്വഭാവങ്ങൾ ഈ കൊരിന്ത്യ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. അവർ ചീർത്തിരുന്നു എന്നുള്ളത്. ഇംഗ്ലീഷ് പരിഭാഷ കൊടുത്തിരിക്കുന്നത് they were puffed up. കണ്ടാൽ ചിരിക്കില്ല. അന്ത puffed up ഒരു ബലൂൺ ഊതി വീർപ്പിച്ചത് പോലെ അവരുടെ മുഖം ഇരിക്കും. ഒരു ബലൂൺ ഊതി വീർപ്പിച്ച പോലെ നിങ്ങൾ ആരുടെ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടു? എന്റെ ചോദ്യമല്ല, പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ അപ്പൊല്ലോസിന്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടതാണോ?
നിങ്ങൾ കെയ്ഫാവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടതാണോ? നിങ്ങൾ പൗലോസിന്റെ കൂട്ടായ്മയിലേക്ക് വേണ്ടി വിളിക്കപ്പെട്ടതാണോ? നിങ്ങൾക്ക് വേണ്ടി പൗലോസാണോ ക്രൂശിക്കപ്പെട്ടത്? നോ, നിങ്ങളെ യേശുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടു. അപ്പൊ മുഖം ചീർക്കരുത്, ഉരുട്ടി വെക്കരുത്. നമ്മുടെ അറിവും ചിന്തയും ദൈവകരങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുക. അടുക്കും ചിട്ടയും ഇല്ലാത്ത ആത്മീയ ജീവിതം വരാതിരിക്കാൻ യേശു മാത്രം. ഹല്ലേലൂയ. അടുക്കും ചിട്ടയുമുള്ള ആത്മീയ ജീവിതം, ഭൗതിക ജീവിതം ക്രമമായി ഉണ്ടാകാൻ, ടൈം ഓറിയന്റഡ് ഉണ്ടാകാൻ യേശു മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. കർത്തൃമേശയോടുള്ള ഉദാസീനത മനോഭാവം യേശു മാത്രം നമ്മുടെ ഉള്ളിലില്ലാത്തത് കൊണ്ടാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, അവർ കർത്താവിന്റെ മേശയിൽ കൈനീട്ടി ഭോജനം കഴിച്ചു, അവർ പാനം കുടിച്ചു, എന്നിട്ട് അവർ എഴുന്നേറ്റത് കളിക്കാൻ വേണ്ടി. അവർ എഴുന്നേറ്റു. കളിക്കാൻ വേണ്ടി എഴുന്നേറ്റ സകലരും മരുഭൂമിയിൽ മണ്ണോട് മണ്ണ്, മണലോട് മണ്ണ്, പറ്റിപ്പോയി, പട്ടുപോയി. നോ ദൈവമക്കളെ, നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന സന്ദേശം നിങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിക്കപ്പെട്ടു. അവന്റെ പങ്കാളിയാകുമ്പോൾ, ശരീരത്തിനും രക്തത്തിനും പങ്കാളിയാകുമ്പോൾ കളിക്കാൻ വേണ്ടി അല്ല പിന്നീട് നാം എഴുന്നേൽക്കേണ്ടത്. നമ്മുടെ എഴുന്നേൽപ്പ് ദൈവത്തെ ഉയർത്താൻ വേണ്ടി, തന്റെ വേലയെ പൂർത്തിയാക്കാൻ വേണ്ടി. കൗശലവാക്കുകളിൽ നാം മയങ്ങിപ്പോകരുത്. ലെറ്റ് മീ ക്ലോസ് മൈ സെർമൺ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഉപസംഹാരത്തിലേക്ക് വരികയാണ്. ഇത് ക്രൂശിക്കപ്പെട്ട യേശുവിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു 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 മനുഷ്യന്റെ സ്വന്തം ബുദ്ധിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ല. അവിടെ കൊടുത്തിരിക്കുന്നു, ഇത് ദൈവത്തിന്റെ ജ്ഞാനമാകയാൽ അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ നമുക്ക് ആവശ്യമാണ്. ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ നമുക്ക് ഉപവാസ പ്രാർത്ഥനകളാണ്. ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ കാത്തു നിൽക്കാതെ ഇന്ന് ഈ ആരാധനാ മധ്യത്തിൽ, കർത്താവേ, ക്രൂശിലെ യേശുവിനെ വേണ്ട വിധം അറിയാൻ എനിക്ക് കഴിയാതിരിക്കുന്നതിൻ്റെ മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്നത് ഐ ആം നോട്ട് ഹാവിങ് the Holy Spirit. പരിശുദ്ധ ആത്മാവ് എൻ്റെ ഉള്ളിലില്ല എന്നുള്ളതാണ്. ഞാൻ വചനം വായിക്കുമ്പോൾ എനിക്ക് ബോറടി തോന്നുന്നത്, എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത്, ഇതൊരു പുരാതന എഴുത്ത് മാത്രമാണ് എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വയ്ക്കുന്നത്. മറ്റ് ഏത് ബുക്കും ഞാൻ വായിക്കും, സോഷ്യൽ സ്റ്റഡീസ്, ബേസിക് സ്റ്റഡീസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ആസ്ട്രോണോമി, ഇനി എൻ്റെ കയ്യിൽ കിട്ടാത്ത എല്ലാ സംഗതികളും ഞാൻ വായിക്കും. പക്ഷെ ബൈബിൾ മാത്രം വായിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. വൈ? എന്താണ് നമ്മുടെ മിസ്സിംഗ് ലിങ്ക്? ആ മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവില്ല എന്നുള്ളതാണ്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊതിക്കുന്ന എത്ര ഹൃദയങ്ങൾ ഉണ്ട് ഇതിനകത്ത്. ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ പ്രിയരെ, അറിവാനായി. ആരെ അറിയണം? ക്രൂശിതനായ യേശുവിനെ എനിക്ക് അറിയേണ്ടതുപോലെ അറിയണം. എൻ്റെ ഫൗണ്ടേഷനാണ്, എൻ്റെ അടിത്തറയാണ്. എൻ്റെ ആത്മീയ ജീവിതം ഇളകിപ്പോകാതിരിക്കാൻ ഒരു വലിയ കൊടുങ്കാറ്റ് വരുമ്പോൾ, എന്തിൻ്റെ കൊടുങ്കാറ്റ്? ദുരുപദേശത്തിന്റെ കൊടുങ്കാറ്റ് വരുമ്പോൾ, യേശു മരിച്ചില്ല എന്ന് 1,50,00,000 പരം ജനങ്ങൾ ഒരുമിച്ച് വിളിച്ചാലും, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളുവെങ്കിലും 1,50,00,000 പേര് വിളിക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ അതായിരിക്കും ശരി, യേശു മരിച്ചിട്ടില്ല എന്ന് തക്കം പാർത്ത് വഴുതി പോകുന്ന ഒരു നെടുമീൻ പോലെ ആകാതെ നടുനിവർത്തി ഇനി ഈ ലോകത്തെ 799 കോടി ജനങ്ങളും ഒരുമിച്ച് തിരിഞ്ഞെന്ന് യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാലും ഞാൻ ഒരുത്തൻ തല ഉയർത്തി അഭിമാനത്തോടെ ഞാൻ വിളിച്ചു പറയും, എനിക്ക് വേണ്ടി എൻ്റെ യേശു ക്രൂശിതനായി. ആ ക്രൂശിലാണ് ഞാൻ ദൈവത്തിന്റെ സ്നേഹത്തെ കാണുന്നത്. ആ ക്രൂശിനെ ഞാൻ മുന്നിൽ നിർത്തുന്നിടത്തോളം കാലം എന്നിൽ ദുർനടപ്പുണ്ടാവുകയില്ല. ഞാൻ ചീത്ത വാക്ക് പറയില്ല, എൻ്റെ ശരീരത്തെ അശുദ്ധമാക്കില്ല, ഞാൻ പോൺ വീഡിയോസ് കാണില്ല, ഞാൻ ബ്ലൂ ഫിലിംസുകൾ കാണില്ല, ഞാൻ അനാവശ്യ ടോക്കിങ്ങിലേക്ക് പോകില്ല, ഞാൻ തൊട്ടുപിടിച്ച് കളിക്കില്ല. യേശു ക്രൂശിക്കപ്പെട്ടവനായി മുൻപിലുണ്ടാകണം. 10 രൂപ കടം വാങ്ങിച്ചു, തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല, മാന്യമായി പറയാനുള്ള ഒരു മനോഭാവമെങ്കിലും എന്നിൽ ഉണ്ടാകണമെങ്കിൽ ക്രൂശിതനായ യേശു എൻ്റെ മുൻപിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നിറയാൻ ഈ പകലിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്, ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് കം ആൻഡ് ഫിൽ ഇൻസൈഡ് ഓഫ് യു ആൻഡ് അസ്. നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ ആത്മാവ് വന്ന് നിറയാൻ ഈ പകൽ നിങ്ങൾ ശൂന്യമാക്കി കൊടുക്കുമോ? ഇതുവരെയുള്ള അറിവിനെ ശൂന്യമാക്കി കൊടുക്കുമോ? എൻ്റെ തിയോളജിക്കൽ ഡിഗ്രീസും എൻ്റെ തിയോളജിക്കൽ അറിവും ഞാൻ മാറ്റിവെക്കും. എന്തിന്? ബിക്കോസ് ദ ഹോളി സ്പിരിറ്റ് മസ്റ്റ് കം
and dwell inside of you. എനിക്ക് എല്ലാ സമയവും ക്രൂശിതനായ യേശുവിനെ more and more കൂടുതലായി യേശു എൻ്റെ മുമ്പാകെ ക്രൂശിക്കപ്പെട്ടവനായി നിൽക്കുന്ന ദൃശ്യം എന്നിൽ നിന്നും മാഞ്ഞു പോകാതിരിക്കാൻ ഞാൻ എന്നെ തന്നെ ശൂന്യമാക്കി കൊടുക്കും. അറിവാനായി അവിടുന്ന് ആത്മാവിനെ തന്നിരിക്കുന്നു. പൗലോസ് പറയാണ്, കാര്യങ്ങൾ ഇങ്ങനെ തന്നെ എന്ന് തിരുവെഴുത്തുകളെ ആധാരമാക്കി തെളിയിക്കാൻ ഞാൻ ദൈവാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ചിരുന്നു. പ്രിയരെ, ശക്തി, ദൈവാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആഞ്ഞടിക്കുന്ന കയ്യടി മാത്രമാണെന്ന് ചിന്തിക്കരുത്. സന്തോഷം കൊണ്ട് നമ്മുടെ കാലുകൾ ഇളകി നൃത്തം ചെയ്യുന്നതാണെന്ന് മാത്രം കരുതരുത്. നമ്മൾ ഉച്ചത്തിൽ ദൈവത്തെ ഘോഷിക്കുന്നത് മാത്രമാണെന്ന് കരുതരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ശക്തി എന്താണെന്ന് അറിയാമോ? ഞാൻ ദൈവാത്മാവിൽ ആശ്രയിച്ചിട്ടല്ലാതെ യേശു ക്രൂശിക്കപ്പെട്ടവനാണ്. അതവന്റെ വാഗ്വൈഭവം മാത്രമല്ല, അവൻ ഉദ്ബോധിപ്പിച്ചു തന്ന പ്രബോധന വാക്യങ്ങൾ മാത്രമല്ല. ഒരു സന്ദേശം കർത്താവ് സക്സസ്ഫുൾ എന്ന് പറയണമെങ്കിൽ കേൾവിക്കാരന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം, ചേഞ്ച് ഉണ്ടാകണം, വ്യതിയാനം ഉണ്ടാകണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ക്രൂശിന്റെ അടുക്കൽ വിശ്വാസത്തോടെ വരുവാൻ ഇന്ന് പകലിൽ എത്ര പേർ സ്വയം സമർപ്പിക്കുന്നുണ്ട്? ഞാനൊരു പുതിയ മനുഷ്യനാകാം കർത്താവേ എന്ന് എത്ര പേർ ഒരു തീരുമാനം പറയുന്നുണ്ട്? നിങ്ങൾക്ക് വേണ്ടി ഇനിയുള്ള സമയം ഞങ്ങൾ വേർതിരിക്കുന്നു. യു ക്യാൻ സ്റ്റാൻഡ് അപ്പ് ആൻഡ് കൺഫേം. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിങ്ങൾക്ക് ഏറ്റു പറയാം, കർത്താവേ, കഴിഞ്ഞ നാളുകളിലൊക്കെയും ക്രൂശിന്റെ അടുക്കൽ വരാൻ ഞാൻ അഴുക്ക് പിടിച്ചവനും മലിനപ്പെട്ടവനുമായിരുന്നു. വിശുദ്ധിയുള്ള ക്രൂശിന്റെ അടുക്കൽ വരാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ ബലം കൊണ്ടോ, എൻ്റെ ആരോഗ്യം കൊണ്ടോ, എൻ്റെ അറിവ് കൊണ്ടോ, എൻ്റെ പദവി കൊണ്ടോ, എൻ്റെ പ്രശസ്തി കൊണ്ടോ, ഞാൻ ഇതുവരെ ആത്മീയ ജീവിതം എന്ന് മനസ്സിലാക്കി വച്ചിരുന്ന എൻ്റെ ചിന്തകൾ കൊണ്ടോ എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ സമയം വേർതാണോ? നിങ്ങൾക്ക് കർത്താവിനോട് ഏറ്റുപറയാം, ഉപേക്ഷിക്കാം. നീചമായ ദുർനടപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ സമയം ഏറ്റുപറയാം, ഉപേക്ഷിക്കാം. നിങ്ങളുടെ പരസ്പരമുള്ള ഇടപാടുകളിൽ നിങ്ങൾക്ക് അശുദ്ധി വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ഏറ്റുപറയാം, നിങ്ങൾക്ക് ഉപേക്ഷിക്കാം. നിങ്ങളുടെ വൈവാഹിക ജീവിതത്തിൽ, കുടുംബ ബന്ധത്തിൽ നിങ്ങൾക്ക് ദുർനടപ്പുണ്ടായിട്ടുണ്ടോ? ഒന്ന് ഏറ്റുപറയാം. ഏറ്റുപറയുക മാത്രമല്ല, മേലിൽ ഞാൻ ആ ഭാഗത്ത് തിരിയില്ല കർത്താവേ എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാം. എനിക്കെല്ലാം അറിയാം, എന്നെ ഒന്നും പഠിപ്പിക്കരുത് എന്നുള്ള ചീർത്ത മനോഭാവം നമ്മളിൽ വന്നു പോയിട്ടുണ്ടോ? പ്രിയരെ, നമുക്ക് ഏറ്റുപറയാം, നമുക്ക് ഉപേക്ഷിക്കാം. ക്രമം കെട്ട ജീവിതം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? അച്ചടക്കമില്ലാത്ത ഒരു ആത്മീയ ജീവിതം നമ്മളിൽ ഉളവായിട്ടുണ്ടോ? യേശുവിന്റെ ക്രൂശ് നമ്മുടെ മുൻപിൽ ഇല്ലാതെ പോയതാണ്. കർത്തൃമേശയോട് നമുക്ക് ഉദാസീനത തോന്നിയിട്ടുണ്ടോ? യേശുവിന്റെ ശരീരത്തോടും രക്തത്തോടും നമുക്ക് ഒരു ഉദാസീനത, അലംഭാവ സ്വഭാവം നമുക്ക് വന്നിട്ടുണ്ടോ? ഏറ്റുപറയാം, ഉപേക്ഷിക്കാം. ക്രൂശിതനായ യേശുവിന് സാക്ഷിയാകണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. വഞ്ചിക്കപ്പെടരുത്, അധമമായ സംസർഗങ്ങളിൽ കൂട്ടുകൂടരുത്. ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു ഉപേക്ഷിക്കാനുള്ള സമയം ഞങ്ങൾ തരികയാണ്. കർത്താവ് ഇവിടെ ഉണ്ട് നിങ്ങളെ രൂപപ്പെടുത്താൻ. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗസ്ഥ കർത്താവേ, അനുഗ്രഹീത നിമിഷത്തിനായി സ്തോത്രം. നൽകപ്പെട്ട വചനത്തിന് നന്ദി. കൃപയിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇരുന്നാലും